മാർച്ച് 19 വിശുദ്ധ യൗസേപ്പ്. 2-ാം നൂറ്റാണ്ടിലെ ചരിത്രകാരനായ ജൂലിയസ് ആഫ്രിക്കാനസ്, ഇസ്രായേൽ സ്വദേശി, ക്രിസ്തുവിൻ്റെ കുടുംബ പാരമ്പര്യം രേഖപ്പെടുത്തുന്നു. അവരുടെ കുടുംബ വംശാവലി അനുസരിച്ച് ജോസഫിൻ്റെ മുത്തശ്ശൻ മദാൻ എസ്ത എന്ന സ്ത്രീയെ വിവാഹം കഴിച്ചു. അവൾ അദ്ദേഹത്തിന് ജേക്കബ് എന്ന മകനെ പ്രസവിച്ചു. മദാൻ മരിച്ചതിനു ശേഷം എസ്ത അവൻ്റെ ബന്ധുവായ മെൽക്കിയെ വിവാഹം കഴിച്ചു. അദ്ദേഹത്തിൽ നിന്ന് ഒരു മകൻ പിറന്നു, ഹേലി കുട്ടികളില്ലാതെ മരിച്ചു. അതിനാൽ ജേക്കബ് ഹേലിയുടെ വിധവയെ വിവാഹം കഴിച്ചു. അവളിൽ അവനുണ്ടായ മകനാണ് ജോസഫ്. അക്കാലത്ത് യഹൂദർക്കിടയിൽ ഭർത്താവ് മരിച്ചാൽ ആ സ്ത്രീയെ ഭർത്താവിൻ്റെ സഹോദരൻ കല്യാണം കഴിക്കുകയും മരിച്ച സഹോദരൻ്റെ പാരമ്പര്യം നിലനിർത്തുവാൻ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാറും ഉണ്ടായിരുന്നു. ദൈവശാസ്ത്രപരമായി ജോസഫ് ജേക്കബിൻ്റെ മകനാണെങ്കിലും നിയമപരമായി ഹേലിയുടെ മകനാണ്. അതിനാലാണ് സുവിശേഷങ്ങളിൽ ജനിതകപരമായും നിയമപരമായും ജോസഫ് ദാവീദിൻ്റെ വംശാവലിയിൽ പിറന്നവനാണെന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. ദാവീദിൻ്റെ വംശത്തിൽ നിന്ന് യാക്കോബിൻ്റെ മകനായി വിശുദ്ധ യൗസേപ്പ് ജനിച്ചുവെന്ന് വിശുദ്ധ മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പുത്രനായ ഈശോയെ വളർത്തുവാനും കന്യകാമറിയത്തെ സംരക്ഷിക്കുവാനും ഏൽപ്പിച്ചത് വിശുദ്ധ യൗസേപ്പിനെയാണ്. മറിയവും താനും വിവാഹ ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് മറിയം ഗർഭിണിയായിരിക്കുന്നുവെന്ന് കണ്ട യൗസേപ്പ് തൻ്റെ ഭാര്യയ്ക്ക് അപമാനം വരാതിരിക്കാൻ രഹസ്യമായി ഭാര്യയെ ഉപേക്ഷിക്കുവാൻ മാത്രം നിശ്ചയിച്ചു. യൗസേപ്പ് നീതിമാനായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് സുവിശേഷകൻ പറയുന്നു. തൻ്റെ പരിശുദ്ധ ഭാര്യയെ സംശയിച്ചപ്പോഴും ഹെറോദേസിൽ നിന്ന് രക്ഷപ്പെടാൻ ഈജിപ്തിലേക്ക് പലായനം ചെയ്തപ്പോഴും അവിടെ നിന്ന് നസറത്തിലേക്ക് മടങ്ങേണ്ട ഘട്ടം വന്നപ്പോഴും ഒരു മാലാഖ വഴി യൗസേപ്പിന് സന്ദേശം ലഭിക്കുകയാണുണ്ടായത്. ആ സന്ദേശങ്ങൾ അത്ര മാധുര്യമുള്ളവയൊന്നും ആയിരുന്നില്ലെങ്കിലും പൂർണ്ണ സന്തോഷത്തോടെ അദ്ദേഹം അവ നിർവഹിച്ചുകൊണ്ട് താൻ നീതിമാനാണെന്ന പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യത്തിന് തെളിവ് നൽകിയിരിക്കുന്നു. ശിശുവായ ഈശോയുടെ ദരിദ്ര ജനനത്തിലും ഈജിപ്തിലേക്കുള്ള പലായനത്തിലും 12 വയസ്സുള്ളപ്പോൾ ഈശോയെ കാണാതായതിലും വിശുദ്ധ യൗസേപ്പ് അനുഭവിച്ച മനോവേദന പ്രയോജനപൂർവ്വം നമുക്ക് ധ്യാനിക്കാവുന്നതാണ്. ഈശോയെ കാണുകയും കേൾക്കുകയും മാത്രമല്ല, സ്വകരങ്ങളിൽ സംവഹിക്കുകയും ആശ്ലേഷിക്കുകയും അവസാനം അവിടുത്തെയും പരിശുദ്ധ ജനനിയുടെയും സ്നേഹശുശ്രൂഷകൾ സ്വീകരിച്ച് മരിക്കുകയും ചെയ്തത് എത്ര മഹാഭാഗ്യം! യൗസേപ്പ് നന്മരണ മധ്യസ്ഥനും കന്യകകളുടെ കാവൽക്കാരനും തൊഴിലാളികളുടെ ആശ്രയവും തിരുസഭയുടെ സംരക്ഷകനുമാണ്. ഈശോയ്ക്ക് 15 വയസ്സുള്ളപ്പോൾ യൗസേപ്പ് മരിച്ചുവെന്നാണ് പാരമ്പര്യം. ദൈവഹിതത്തിൻ്റെ നിറവേറലുകളുടെ മുമ്പിൽ വിശുദ്ധ യൗസേപ്പിൻ്റെ മൗനം ശ്രദ്ധേയമാണ്. ദൈവഹിതത്തിന് മുമ്പിൽ സമ്പൂർണമായ സംലഭ്യതയുടെ മനോഭാവത്തോടെ ദൈവിക രഹസ്യങ്ങളുടെ ധ്യാനത്തിൽ വ്യാപരിച്ചുകൊണ്ടുള്ള ആഴമേറിയ മൗനം വിശുദ്ധ യൗസേപ്പ് അനുവർത്തിക്കുന്നു. വിശുദ്ധ യൗസേപ്പിൻ്റെ മൗനം ആന്തരിക ശൂന്യതയുടെ അടയാളമല്ല, പ്രത്യുത ഹൃദയത്തിൽ താൻ സംവഹിക്കുകയും തൻ്റെ എല്ലാ ചിന്തകളെയും പ്രവൃത്തികളെയും നയിക്കുകയും ചെയ്ത വിശ്വാസത്തിൻ്റെ നിറവാണത്. ഈജിപ്തിൽ ക്ഷാമമുണ്ടായപ്പോൾ ഫറവോ രാജാവ് പ്രജകളോട് പറഞ്ഞു, പൂർവ്വ യൗസേപ്പിൻ്റെ പക്കലേക്ക് പോകുവിൻ എന്ന്. ഇന്നത്തെ ആത്മീയ ദാരിദ്ര്യത്തിലും മറ്റവശതകളിലും നമുക്ക് ആശ്രയിക്കാവുന്നത് നമ്മുടെ വിശുദ്ധ യൗസേപ്പിനെയാണ്. ആവിലായിലെ വിശുദ്ധ ത്രേസ്യ പറയുന്നു, മഹാനായ വിശുദ്ധ യൗസേപ്പിനെ എൻ്റെ മധ്യസ്ഥനായി ഞാൻ തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥത്തിന് ഞാൻ എന്നെ തന്നെ എല്ലാ കാര്യങ്ങളിലും സമർപ്പിക്കുന്നു. ഞാൻ ചോദിച്ചിട്ടുള്ള യാതൊന്നും ലഭിക്കാത്തതായി ഓർമ്മിക്കുന്നില്ല. യൗസേപ്പിൻ്റെ സഹായം അപേക്ഷിച്ച ഒരുവനും പുണ്യത്തിൽ അഭിവൃദ്ധിപ്പെടാത്തതായി ഞാൻ കേട്ടിട്ടില്ല. തന്നോട് പ്രാർത്ഥിക്കുന്നവരെയെല്ലാം അദ്ദേഹം അത്ഭുതകരമായ വിധം സഹായിക്കുന്നു. ആകയാൽ പ്രതീക്ഷാപൂർവകമായ സന്തോഷത്തോടെ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാൾ കൊണ്ടാടാം. വചനം പ്രഭാഷകൻ 47-ാം അധ്യായം 22-ാം വാക്യം. കർത്താവ് ഒരിക്കലും കാരുണ്യം വെടിയുകയോ തൻ്റെ സൃഷ്ടികൾ നശിക്കാൻ ഇടവരുത്തുകയോ ഇല്ല. അവിടുന്ന് താൻ തിരഞ്ഞെടുത്തവൻ്റെ പിൻഗാമികളെ തുടച്ചു മാറ്റുകയോ തന്നെ സ്നേഹിക്കുന്നവൻ്റെ സന്തതി പരമ്പരകളെ നശിപ്പിക്കുകയില്ല. അതിനാൽ യാക്കോബിന് ഒരു ഗണത്തെയും ദാവീദിൻ്റെ വംശത്തിൽ ഒരു സന്തതിയെയും അവശേഷിപ്പിച്ചു. വിചിന്തനം.
ചില വിശുദ്ധന്മാർ ചില ആവശ്യങ്ങളിൽ പ്രത്യേക കാര്യക്ഷമതയോടെ നമ്മളെ സഹായിക്കുന്നു. നമ്മുടെ പരിശുദ്ധ മധ്യസ്ഥനായ വിശുദ്ധ യോസേപ്പ് എല്ലാ കാര്യങ്ങളിലും, എല്ലാ ആവശ്യങ്ങളിലും, എല്ലാ ഉദ്യമങ്ങളിലും നമ്മളെ സഹായിക്കുന്നു. വിശുദ്ധ തോമസ് അക്വീനാസിൻ്റെ വാക്കുകൾ.